ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ടൈലറിംഗ് ക്ലാസ് നമ്പർ 6 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈലറിംഗ് മെഷീൻ ഉള്ളവർക്ക് നമുക്ക് ഇന്ന് തന്നെ വരുമാനം കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സാധാരണ നമുക്ക് ആളുകൾ ചുരിദാർ, ബ്ലൗസ് ഇതെല്ലാം ഷേപ്പാക്കാൻ കൊണ്ടുതരും അല്ലേ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നമുക്ക് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 ക്ലാസ് കഴിഞ്ഞു, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്നറിയാം അല്ലേ, വരച്ചതിൽ കൂടെ തയ്ക്കാനറിയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇന്ന് ക്ലാസ് നമ്പർ 6 ആണ്. എങ്ങനെ നമുക്ക് ഷേപ്പാക്കാം ഒരു പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസും ചുരിദാർ ചെയ്യുന്ന പോലെ തന്നെ ബ്ലൗസും. അളവ് സാധനം വാങ്ങിച്ചെടുക്കാം, അളവ് ക്ലോത്ത് വാങ്ങിച്ചെടുക്കാം. നമ്മൾ ഇതാണ് ഷേപ്പാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എടുക്കുന്നുണ്ട്. ഉൾവശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് വിരിച്ചിടുക. ഫുൾ വീഡിയോയും കാണാം, കാരണം അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞ ടിപ്സ് മനസ്സിലായി. ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പുറത്തൊരു ഇത് പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊന്നും അവർ പറഞ്ഞു തരണം നിർബന്ധമില്ല, ഫീസ് മാത്രം വാങ്ങിച്ചു വിടും അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വിരുത്തി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ചോക്കെടുക്കാം. ചോക്കെടുത്തിട്ട് ഒരു ടേപ്പ് കൊടുക്കാം. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ തയ്യൽ, നമ്മളിവിടെ ഒരു തയ്യലുണ്ടല്ലോ, ആ തയ്യലും അതുപോലെ ഈ തയ്യലിൻ്റെ അവിടെയും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20 ഇഞ്ചാണുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 10 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് ടോപ്പ് എടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു അളവിൽ നിന്നും ഞാനൊരു 4 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കണം. കാരണം തുണി നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവും, സംഭവം ശരിയാവില്ല. അപ്പം ഇതിലും നമുക്ക് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെയും സെൻറ്ററൊന്നും നമുക്ക് എടുക്കണം. 10 ഇഞ്ച് കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റാക്കി ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വെക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കാം, ഈ ഒരു ലൈനും നമ്മളുടെ ഈ ഒരു ലൈനും കറക്റ്റാക്കി ഇരിക്കണം കണ്ടോ. ഇത്രയും വ്യത്യാസം നമുക്ക് ഷേപ്പിൽ വരുന്നുണ്ട്. അപ്പം നോക്കിക്കേ, പിന്നെ ഇത് കറക്റ്റ് ആക്കണം. ഇങ്ങനെ ചുരുങ്ങി നിൽക്കുക, നമ്മൾ ഈ തുണി ചുരുങ്ങി നിൽക്കരുത്, അത് ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടോ. ഇവിടെ ആ ചുരുക്കമൊന്നും പാടില്ല, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇവിടെയൊക്കെ കറക്റ്റാണ്. ഇവിടെ കൊണ്ട് നമുക്ക് ഒരു ഞാൻ ഇത്ര ആക്കണുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് കോട്ടൺ ലൈനിങ്ങുമാണ്. അപ്പോൾ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ഇവിടെയും നമ്മൾ അത് നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് കറക്റ്റ് അളവിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അത് പ്രശ്നമൊന്നുമില്ല. ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വിരുത്തി കണ്ടോ, ഈ ചുരുങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ വിരുത്തി വെക്കണേ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാതെ നമ്മൾ ചെയ്യരുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ സ്ലീവ് എടുക്കുക. സ്ലീവ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. വേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഇത് സ്ലീവിൻ്റെ ഭാഗം കറക്റ്റാണ്, നമുക്ക് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ആ സ്ലീവ് ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പോർഷൻ മാത്രം നമുക്ക് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. ഈ സ്ലീവ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. കാരണം ചില സമയം നമ്മൾ അടിക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 സ്ലീവുകളും കറക്റ്റായിട്ട് നോക്കുക. ഈ സ്ലീവ് കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ബോഡി മാത്രമേ ചെയ്യണം. സ്ലീവിലാണെങ്കിൽ നമുക്കിതുപോലെ വരച്ചിട്ട് ചെയ്യാം.
അപ്പോൾ ഓരോരോ ക്ലാസ്സുകളും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ പറയും ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് നമ്പർ 6 ഇന്ന് ക്ലാസ് നമ്പർ 5 വരെയുള്ളത് കാണുക. പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരു കാശും കൊടുക്കാതെ കാണുന്ന വീഡിയോ ആണ്. ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ കമൻസ് എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. നല്ല ക്ലാസ്സാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചതിൻ്റെ മേലെ കൂടെയാണ് നമുക്കത് തയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചോക്ക് കൊണ്ട് വരച്ചില്ലേ അതിൻ്റെ മേലെ കൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പം നോക്കിക്കേ, കണ്ടോളൂ. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ അടിക്കാതെ ഇരിക്കരുത്. ഒരടി നമ്മൾ കൊടുക്കണം കേട്ടോ. ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നിട്ട് ഞാനൊരു അരയിഞ്ച് കൊടുത്തില്ല. കാരണം ഇത് പ്യുവർ കോട്ടൺ ആണ്. നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുങ്ങി 1/2 ഇഞ്ചിൽ കൂടുതൽ 1 ഇഞ്ച് ചുരുങ്ങും. അതോടുകൂടി ആ കുർത്തി പിന്നെ ഇടാൻ പറ്റാതെ. അപ്പോൾ പിന്നെ വീണ്ടും ഇതൊക്കെ അഴിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ കൊണ്ട് റിവേഴ്സ് സ്റ്റിച്ച് ഇട്ടിട്ട് നിർത്തുക. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ മെഷീനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുന്നില്ല. അതൊന്ന് ലൂസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അടുത്ത ക്ലാസ്സിലിടാം. പിന്നെ ലോക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അത് സാധാരണ മെഷീൻ, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അയ്യോ, അപ്പം ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പം അപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ഇങ്ങനെ പിടിക്കണേ. ഇതാണ് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്തു വരാം. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതേ നോക്കിക്കേ, ഇത് ഷേപ്പ് വേണ്ടോ? അതെ, ഷേപ്പ് വേണ്ടോ? അവിടെയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യുന്നത്. ബ്ലൗസും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സംശയമുള്ളവർ ഇൻബോക്സിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. കമൻസ് ഞാൻ നോക്കാറുണ്ട്. നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ തോന്നും. കമൻസ് ഇല്ല, നിങ്ങൾ നോക്കുന്നില്ല, പിന്നെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ക്ലാസ് ഇട്ടത് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇത് ടൈലറിംഗ് ക്ലാസ് നമ്പർ 6 ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെഷീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോക്കിൻ്റെ കാര്യങ്ങളും പിന്നെ സ്റ്റിച്ച് ലൂസാവുന്നൊക്കെ. അപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.